ഹായ് എവ്രിബഡി, മോൾ കോൺസെപ്റ്റും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മോൾ കോൺസെപ്റ്റ്. സമയം കളയാതെ നമുക്ക് സെഷനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ആക്ച്വലി മോൾ? എങ്ങനെയാണ് മോളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ലെറ്റ്സ് സേ നിങ്ങൾ 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പ് എടുക്കുകയാണ്. എത്ര ഗ്രാമാണ്? 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പ് എടുക്കുകയാണ്. കാർബണിന് 3 രീതിയിലുള്ള ഐസോട്ടോപ്പ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കാർബൺ 612, കാർബൺ 613, കാർബൺ 614 അല്ലേ? ഇങ്ങനെയൊക്കെ ഐസോട്ടോപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ എടുക്കുന്നത് 13ഉം 14ഉം അല്ല, മറിച്ച് എന്താണ്? കാർബൺ 612 ആണ്. 12 ഗ്രാം ആണ് നിങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തു, അവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന്. 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഈ നമ്പറിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിച്ചു പോരുന്നത്? അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എൻ എന്ന് നമ്മൾ വിളിച്ചു പോരും. ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും എന്ത്? 1 മോൾ. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് നിങ്ങൾ 6 ഗ്രാം കാർബൺ 12 എടുക്കുന്നു. അതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 മോൾ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഓഫ് എന്തുണ്ട്? വാട്ടർ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര മോൾ വാട്ടർ ഉണ്ട്? എൻ്റെ കയ്യിൽ ഞാൻ പറയും, എൻ്റെ കയ്യിൽ 1 മോൾ വാട്ടർ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഇനി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ 6.022 ഇൻറ്റു 10⁻23 അവഗാഡ്രോ നമ്പർ ഓഫ് ആപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയും എന്താണ്? 1 മോൾ ആപ്പിളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്തൂടെ? മോൾ ഈസ് എൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ആണ് ദാറ്റ് ഹാസ് ആസ് മെനി സ്പീഷീസ് ആസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 എത്രയുണ്ട്? അവഗാഡ്രോ നമ്പർ. അത്രയും നമ്പർ ഓഫ് എന്ത് സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതെന്താണ്? 1 മോൾ. ഞാൻ പറയുകയാണ്, അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്രയായിരിക്കും? 1 മോൾ ഇലക്ട്രോൺസ് ആയിരിക്കും. കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നത്. എല്ലാ ടൈപ്പും നമ്മൾ നോക്കിക്കാണും. എന്തായാലും ആ പ്രോബ്ലംസിലേക്ക് നമുക്കൊന്ന് നോക്കാം. സോ നൗ ടു ദി പ്രോബ്ലംസ്. 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമുക്ക് മോൾ കോൺസെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നത്. 3 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നോക്കിക്കാണുക. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഗിവൺ മാസ്. നിങ്ങൾക്ക് ഗിവൺ മാസ് തരും. അതായത് നിങ്ങളോട് പറയുകയാണ് 6 ഗ്രാം കാർബൺ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര മോളാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 6/12, അതായത് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ നോക്കുക, ഇവിടെ ഗിവൺ മാസ് ആണ്. ഈ ആരോ മുകളിലേക്ക് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ 18 ഗ്രാം വാട്ടർ ആണുള്ളത്. അപ്പോൾ വാട്ടർ എന്താണ്? ആക്ച്വലി ഇറ്റ്സ് എ മോളിക്യൂൾ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? മോളിക്കുലാർ മാസ് ചെയ്താൽ മതി എന്നെനിക്ക് പറയാൻ പറ്റും. ഇനി നേരെ തിരിച്ചാണ് എന്നോട് ചോദിക്കുന്നത്, 2 മോൾ വാട്ടർ എൻ്റെ കയ്യിലുണ്ട്, വാട്ട് ഈസ് എ വെയിറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ മോളിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് പോകണം, ഈ ഗിവൺ മാസിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ എനിക്കിത് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അതായത് ഇൻറ്റു അറ്റോമിക് മാസ് ഓർ ഇൻറ്റു മോളിക്കുലാർ മാസ്. ഇപ്പോൾ എന്നോട് പറയുകയാണ് 2 മോൾ വാട്ടർ എൻ്റെ കയ്യിലുണ്ട്, വാട്ട് ഈസ് ദ വെയിറ്റ്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? എനിക്ക് തന്നിരിക്കുന്നത് 2 ആണ്, എനിക്ക് എത്തേണ്ടത് മാസാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എത്രയാണ്? 18 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 36 ഗ്രാം എന്ന് എനിക്ക് കിട്ടും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ടൈപ്പ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കവർ ചെയ്യാം. നൗ മോൾസ് ഉണ്ട് അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എന്താണ് പാർട്ടിക്കിൾസ്? പാർട്ടിക്കിൾസ് എന്തും ആവാം അല്ലേ? ഇലക്ട്രോൺസ് ആവാം, പ്രോട്ടോൺസ് ആവാം, ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം അല്ലേ? മോളിക്യൂൾസ്, അയോൺസ്, ഇങ്ങനെയൊക്കെ നമുക്ക് ആകാം. 1 മോളിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്? ലെറ്റ്സ് സേ നമ്മൾ പറയും അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതായത് 1 മോളാണെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? അവഗാഡ്രോ നമ്പർ. 2 മോളാണെങ്കിലോ 2 ഇൻറ്റു NA എന്ന് എനിക്ക് എഴുതാൻ പറ്റത്തില്ലേ? ഇനി നിങ്ങളോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നോട് പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ 12 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് വാട്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മോളിക്യൂൾസ് വാട്ടറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര മോളുണ്ട്?
നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് മുകളിലേക്ക് വരണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ NA ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ NA എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 6.022 ഇൻറ്റു 10⁻23. അപ്രോക്സിമേറ്റ്ലി ഇത് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2 മോൾസ് എന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നൗ ഇനി ലാസ്റ്റ് ടൈപ്പാണ് വോളിയം ഓഫ് ഗ്യാസ്. സി ദിസ് ഷുഡ് ബി അറ്റ് STP. ഇത് ഏത് കണ്ടീഷനാണ്, STP ആണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ 1 atm 273 Kelvin. ഓൾറൈറ്റ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. മോൾ കോൺസെപ്റ്റ് നോക്കൂ. മോളിൽ നിന്ന് നമുക്ക് വോളിയം ഓഫ് ഗ്യാസിലാണ് അറൈവ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, STPയിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ 1 മോളിൻ്റെ വോളിയം, സി 1 mole of any gas, 1 mole of any gas at STP എത്ര ലിറ്റർ ആയിരിക്കും, 22.4 ലിറ്റർ ആയിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ. ലെറ്റ്സ് സേ നിങ്ങൾ ഹൈഡ്രജൻ എടുക്കുന്നു, ഓക്സിജൻ എടുക്കുന്നു, ഹീലിയം എടുക്കുന്നു, 1 മോളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എത്രയായിരിക്കും വോളിയം, 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ 1 മോൾ എന്ന് പറയുമ്പോൾ 1 മോളിൻ്റെ വോളിയം ചോദിക്കുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 22.4 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് നിങ്ങളോട്, എനിക്ക് 44.8 ലിറ്റർ എന്നുണ്ട് ഹീലിയം ഗ്യാസ് ഉണ്ട്, എൻ്റെ മോൾ എത്രയാണ്, ഡിവൈഡ് ചെയ്താൽ പോരെ, ഡിവൈഡഡ് ബൈ 22.4 എത്ര കിട്ടും, 2 എന്ന് നിങ്ങൾക്ക് കിട്ടും. വിച്ച് മീൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ മോൾ കോൺസെപ്റ്റിൻ്റെ പ്രോബ്ലംസ്. കുറച്ച് വളഞ്ഞ രീതിയിലൊക്കെ ഇവർ ചോദ്യം ചോദിക്കും. അപ്പോൾ അതിൻ്റെ ടൈപ്സ്, എന്തൊക്കെ ടൈപ്പിലാണ് പ്രോബ്ലം ചോദിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്യാം. ഗിവൺ മാസ് ടു മോളിൽ എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ്. ഇനി മോളിൽ നിന്ന് മാസിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നിട്ട് മോളാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിവൈഡഡ് ബൈ എന്താണ്, അവഗാഡ്രോ നമ്പർ. വോളിയം ഓഫ് ഗ്യാസ് ആണ് അറ്റ് STP തരികയാണെങ്കിൽ എന്താണ്, ഡിവൈഡഡ് ബൈ 22.4. നേരെ തിരിച്ച് മുകളിൽ നിന്ന് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നേരെ തിരിച്ച് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. പ്രോബ്ലത്തിലേക്ക് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ടൈപ്പിലുള്ള പ്രോബ്ലം നമുക്കൊന്ന് നോക്കി നോക്കാം. മാസ് ഗിവൺ ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് മോൾസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. 12 ഗ്രാം ഹൈഡ്രജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹൈഡ്രജൻ ആറ്റം എടുക്കുമോ അല്ല ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുമോ? നിങ്ങൾ സ്വാഭാവികമായിട്ടും നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ്, ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുക. ഓക്കെ, അപ്പോൾ 12. അപ്പോൾ മോളിക്യൂളാണ്, മോളിക്യൂളിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ് ഹൈഡ്രജൻ്റെ, 2 ഗ്രാം ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 12/2. അപ്പോൾ എന്തായിരിക്കും, എത്ര മോളായിരിക്കും, 6 മോൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 2 ഗ്രാം ഹൈഡ്രജൻ ആറ്റം എന്നിവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അറ്റോമിക് മാസ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 2/1 കൊടുത്താൽ മതി. എത്ര കിട്ടും, 2 മോൾ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓൾറൈറ്റ്. ഇനി 180 ഗ്രാം യൂറിയ, ഇതുപോലെയുള്ള കോമ്പൗണ്ട്, യൂറിയ, സൾഫ്യൂരിക് ആസിഡ്, ഗ്ലൂക്കോസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈമല്ല എക്സാം ഹാളിൽ. യൂറിയ എന്താണ്, യൂറിയ NH2CO NH2 ആണ്. യൂറിയ എന്താണ്, NH2CO NH2. നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം ഇതിൻ്റെ വാല്യൂ, 60 ഗ്രാം ആണ്. ഇനി സൾഫ്യൂരിക് ആസിഡ് ആണ് എടുക്കുന്നതെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്, 98 ഗ്രാം ആണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗ്ലൂക്കോസ് ആണെങ്കിൽ 180 ഗ്രാം ആണ് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. ഗ്ലൂക്കോസ് ആണെങ്കിൽ എത്രയാണ്, 180 ഗ്രാം. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ സമയം കളയരുത്. നമുക്ക് സമയം വളരെ കുറവാണ് എക്സാമിനേഷൻ ഹാളിൽ. ഓൾറൈറ്റ്. അപ്പോൾ 180 ഗ്രാം യൂറിയ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ വെയിറ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ 180/60 എത്രയാണ്, 3 മോൾസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇനി 1.6 ഗ്രാം കിലോഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഗ്രാമിലെ കൊണ്ടാണ്. ഗ്രാം ആണ്, 60 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ 1.6 കിലോഗ്രാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, 1600 ഗ്രാം എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എന്താണ്, സൾഫർ ഡയോക്സൈഡ്. സൾഫറിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്, 32. ഓക്സിജൻ്റെതോ 32. അങ്ങനെയാണെങ്കിൽ 64 എന്ന് നമുക്ക് കിട്ടും. ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 4. 100/4 എത്രയാണ്, 25 മോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈസി ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ നമുക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് വരാം. നൗ നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്. 4 മോൾ NH3 എനിക്ക് തരികയാണ്.
അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 4 മോളാണ് തന്നിരിക്കുന്നതെങ്കിൽ വെയിറ്റിലേക്ക് എങ്ങനെ പോകും? മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 മോളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നൈട്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 14. ഹൈഡ്രജൻ എത്രയാണ്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 3 × 1 എത്ര വരും? 17 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 4 × 17 എത്ര വരും? 7 4 എത്രയാണ്? 28, 68 ഗ്രാം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓൾറൈറ്റ്. ഇനി 5 മില്ലിമോൾ, ഇവിടെ ഞാൻ എക്സ്ട്രാ എഴുതിയതല്ല, മില്ലിമോൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 5 × 10⁻³ മില്ലിമോളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 44. ഇതൊക്കെ ആലോചിച്ച് വെക്കുക കേട്ടോ. കാർബണിൻ്റെ എത്രയാണ്? 12 ആണ്. ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 12. അപ്പോൾ എത്രയായിരിക്കും? 44. അപ്പോൾ എന്ത് വരും? 5 to 22 × 10⁻³ ഗ്രാം എന്ന് വരും. അല്ലെങ്കിൽ എന്ത് വരും? 0.22 ഗ്രാം എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നൗ 20 മോൾ ഓഫ് ഓസോൺ ഇൻ കിലോഗ്രാം. വെയിറ്റ് ചോദിച്ചിരിക്കുന്നത് കിലോഗ്രാമിലാണ്. നോക്കൂ, 20 മോൾ ഓസോൺ അല്ലേ? ഓസോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 16 × 3 എത്ര വരും? 48 ഗ്രാം എന്ന് വരും. അപ്പോൾ 20 മോളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 20 മോൾ × 48 അല്ലേ? മോൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളിൽ നിന്ന് ഗിവൺ മാസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ 20 ഇവിടെ തന്നിട്ടുണ്ട്. ഓസോൺ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? മോളിക്കുലാർ മാസ് കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 20 × 48 എത്ര വരും? 48 എത്രയാണ്? 960 ഗ്രാം. നിങ്ങളോട് കിലോഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? 0.96 കിലോഗ്രാം ആയിരിക്കും ആൻസർ നിങ്ങളുടേത് വരിക. ഓൾറൈറ്റ്. നൗ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് കേസ് 2. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഗിവൺ ബൈ 6.022 × 10⁻23 വിച്ച് ഈസ് NA, അവഗാഡ്രോ നമ്പർ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, n നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഗിവൺ ബൈ അവഗാഡ്രോ നമ്പർ എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് ഇൻ എ സാമ്പിൾ ഓഫ് 6.022 × 10⁻26. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ തന്നിരിക്കുന്നത്? എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 6.022 × 10⁻23. കട്ട് ചെയ്ത് പോവും. അങ്ങനെയാണെങ്കിൽ എത്ര മോൾ കിട്ടും നിങ്ങൾക്ക്? 10⁻3 മോൾസ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓൾറൈറ്റ്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? 1.5 × 10⁻25 മോളിക്യൂൾസ് ഓഫ് NH3 ആണ്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടെത്തും? 1.5 × 10⁻25 ഡിവൈഡഡ് ബൈ എന്ത് വരും? അവഗാഡ്രോ നമ്പർ അല്ലേ? 6.022 × 10⁻23. നിങ്ങൾ 6 എന്ന് എടുത്താൽ മതി, വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്രോക്സിമേറ്റഡ് വാല്യൂ എടുത്താൽ മതി. 1.5 6 എത്ര വരും? 4 വരും. അങ്ങനെയാണെങ്കിൽ 10⁻2 100/4 എത്ര വരും? 25 മോൾസ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഫൈൻഡ് മാസ് ഓഫ് ഇതൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? പാർട്ടിക്കിളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ ഈ ഒരു ഡയഗ്രത്തിലേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിളാണ് തന്നിരിക്കുന്നത്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ എന്താ ചോദിക്കുന്നത്? ഗിവൺ മാസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് ഇവിടെ നിന്നൊരു ജമ്പ് നിങ്ങൾക്ക് നടത്താൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നമ്പർ ഓഫ് പാർട്ടിക്കിളിൽ നിന്ന് എവിടത്തേക്ക് വരിക? മോളിലേക്ക് വരിക. എന്നിട്ട് മോളിൽ നിന്ന് എന്ത് ചെയ്യുക? ഗിവൺ മാസിലേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതായത് എനിക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം അല്ലേ? നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? 1.5 × 10⁻26 6 × 10⁻23 എന്ന് എനിക്ക് എഴുതാം അല്ലേ? കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 10⁻3/4 വരും. അതായത് എനിക്ക് എന്ത് വരും? 250 മോൾസ് എന്ന് എനിക്ക് ആൻസർ വരും. ഇനി 250 മോൾസിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും മക്കളെ? 250 മോൾസിൽ നിന്ന് വെയിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൾഫർ ഡയോക്സൈഡിൻ്റെ വെയിറ്റ് എത്രയാണ്? 64 ഗ്രാം ആണ്. സൾഫർ 32 ആണ്. ഓക്സിജൻ മോളിക്കൂൾ എന്ത് വരും? 32 × 64 ചെയ്താൽ മതി. ഓൾറൈറ്റ്. ഇനി ഇവരുടെ വെയിറ്റ് ഇൻ കിലോഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന എന്ത് വെയിറ്റ് എന്തിലായിരിക്കും? ഗ്രാമിലായിരിക്കും. പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കിലോഗ്രാമിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 1000 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നിങ്ങളുടെ ആൻസർ ആയിരിക്കും. അത്രയും ആയിരിക്കും എന്ത്? വെയിറ്റ് ഇൻ കിലോഗ്രാം.
അടുത്ത ചോദ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കൂ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 4.8 ഗ്രാം ഓസോൺ ആണ്. നിങ്ങളോട് ഫൈൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓസോണും നമ്പർ ഓഫ് ആറ്റംസും ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഞാൻ പറയുന്നത് 4.8 ഗ്രാം ആണ് അല്ലേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയഗ്രത്തിലേക്ക് ഒന്നുകൂടെ പോവാം. വെയിറ്റ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് വരണം, മുകളിൽ നിന്ന് എവിടത്തേക്ക് പോകണം, നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് പോകണം. അപ്പോൾ നോക്കാം നമുക്ക് 4.8 ഗ്രാം അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും, 4.8 ബൈ എത്ര വരും, 48 വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, 4.8 ബൈ 48 എന്ന് പറഞ്ഞാൽ 0.1 മോൾ എന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലേ. 0.1 മോളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും, 0.1 ഒരു മോളിലാണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് വരും, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് വരും, 0.1 ഇൻറ്റു NA എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് 0.1 NA മോളിക്യൂൾസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇവിടെ എന്താണ് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു മോളിക്യൂൾ ഓഫ് ഓസോൺ എടുക്കുകയാണ്, ഇതാണ് എൻ്റെ ഒരു മോളിക്യൂൾ ഓഫ് ഓസോൺ. ഞാൻ ചോദിക്കുകയാണ് ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും പറയത്തില്ലേ 3 ആറ്റംസ് ഉണ്ട് എന്ന് പറയും. ഇനി ലെറ്റ്സ് സേ ഞാൻ 2 മോളിക്യൂൾ എടുക്കുകയാണ്, ഇതേപോലെ ഞാൻ ഒന്നുകൂടെ എടുക്കുകയാണ്, റൈറ്റ്. അപ്പോൾ എത്ര ആറ്റംസ് ഉണ്ട്, 3 എത്ര ആറ്റംസ് ഉണ്ട്, എനിക്ക് 6 ആറ്റംസ് ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി 10 മോളിക്യൂളാണ് എടുക്കുന്നതെങ്കിലോ 30 ആറ്റംസ് ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ നമ്പർ ഓഫ് ആറ്റംസ്. നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു മോളിക്യൂളാണെങ്കിൽ 3 ആറ്റംസ്, എൻ്റെ കയ്യിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, 0.1 NA ഉണ്ട് അല്ലേ. NA ആണെങ്കിൽ ഇൻറ്റു 3 എന്ന് എഴുതിയ ആറ്റംസ് എന്ന് എനിക്ക് എഴുതിയാൽ മതി. ഈ ടൈപ്പിലുള്ള ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 132 ബൈ 44 എത്രയായിരിക്കും, 3 മോൾസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ 44 എവിടെ നിന്ന് വന്നു, ഇത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എന്താണ്, മോളിക്കുലാർ മാസ് ആണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ്, അതാണ് ഞാനിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്, 3 മോൾസ് ആണ്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്താണ്, ഒരു മോളാണെങ്കിൽ, ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. അതായത് 3 മോളാണെങ്കിൽ എത്ര ഉണ്ടാവും, 3 ഇൻറ്റു NA മോളിക്യൂൾസ്, 3 ഇൻറ്റു NA മോളിക്യൂൾസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്പർ ഓഫ് ആറ്റംസ് നോക്കൂ, നേരത്തെയും ഞാൻ പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് ആറ്റംസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിൽ, നോക്കൂ എന്താണ് പറയുന്നത്, ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡാണ് എടുക്കുന്നതെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ട്, 3 ആറ്റംസ് ഉണ്ട് അല്ലേ. ഇനി 10 മോളിക്യൂൾ ആണെങ്കിലോ 30 അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, 3 NA ഉണ്ട്. 3 NA മോളിക്യൂൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലെ 3 ഇൻറ്റു 3 NA വിച്ച് ഈസ് ആക്ച്വലി എന്ത് വരും, 9 NA ആറ്റംസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്, 2 ഓക്സിജൻ ആറ്റം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 10 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആണെങ്കിലോ 20 ഉണ്ടാവും. അതായത് എത്ര മോളിക്യൂൾ ഉണ്ടോ അതിൻ്റെ ഡബിൾ ടൈംസ് ഉണ്ടാവും അല്ലേ. നമുക്ക് എത്രയാണ് മോളിക്യൂൾസ് ഉള്ളത്, 3 NA മോളിക്യൂൾസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ 3 NA ആണെങ്കിൽ എത്ര ഉണ്ടാവും, 3 NA മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇൻറ്റു 2 ഓക്സിജൻ ആറ്റം ആയിരിക്കും, എന്തായിരിക്കും 6 NA ഓക്സിജൻ ആറ്റംസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഇതേപോലെയാണ് കാർബൺ ആറ്റംസ്. ഒരു മോളിക്യൂളിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, 1 കാർബൺ ആറ്റംസ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 മോളിക്യൂളാണ് എടുക്കുന്നതെങ്കിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, 2 കാർബൺ ആറ്റംസ്. അപ്പോൾ നമുക്ക് എത്ര മോളിക്യൂൾ ഉണ്ട്, വി ഹാവ് 3 NA മോളിക്യൂൾസ് കാർബൺ ഡൈ ഓക്സൈഡ്, 3 NA മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടാവും, 3 NA കാർബൺ ആറ്റംസ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്സിജൻ ആണെങ്കിൽ 6 NA ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ ഒരു പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 128 ഗ്രാം സൾഫർ ഡയോക്സൈഡ് ആണ്. ഇതേപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, നൗ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഫൈൻഡ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 4.25 ഗ്രാം ഓഫ് അമോണിയ. സിമ്പിൾ ആണല്ലേ, 4.25. ആദ്യം ആറ്റമാണ് ചോദിച്ചിരിക്കുന്നത്.
ആറ്റം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാം ആണ് തന്നിരിക്കുന്നത്. ആദ്യം മോളിലേക്ക് വരണം, മോളിൽ നിന്ന് മോളിക്യൂൾ കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് എന്തിലേക്ക് വരണം, ആറ്റത്തിലേക്ക് വരണം. അപ്പോൾ നോക്കിക്കോളൂ, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? 4.25/17 അല്ലേ? അപ്പോൾ എന്തായിരിക്കും, ഇത് വെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദിസ് വിൽ ബി നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും, 1/4 മോളായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ മോളിക്യൂൾസ് എത്രയായിരിക്കും, നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയായിരിക്കും പറയൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു NA. ഒരു മോളിൽ NA ആയിരിക്കും, 1/4 ആണെങ്കിൽ 1/4 ഇൻറ്റു NA എന്ന് വരും. ഇനി ആറ്റംസ് ആണെങ്കിലോ നോക്കൂ, NH3യിൽ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഒരു മോളിക്യൂളിൽ 4 ആറ്റംസ് ആണുള്ളത്. 10 മോളിക്യൂൾ ആണെങ്കിൽ 40 ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇത്രയും ആണെങ്കിൽ ഇൻറ്റു 4 എന്ന് ചെയ്താൽ പോരെ. അതായത് നമ്പർ ഓഫ് ആറ്റം ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 1/4 NA മോളിക്യൂൾസ്. ഓരോ മോളിക്യൂളിലും എത്രയാണ്, 4 ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ എത്രയായിരിക്കും ആറ്റംസ്? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും ഉണ്ടാകുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾറൈറ്റ്, നൗ മൂന്നാമത്തെ ടൈപ്പ്, ലാസ്റ്റ് ടൈപ്പ്, വോളിയം തന്നിരിക്കുകയാണ്. വോളിയം ഓഫ് ഗ്യാസ്. മനസ്സിലാക്കുക, ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, ഗ്യാസ് ആയിരിക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലിക്വിഡിൻ്റെതല്ല, ഗ്യാസിൻ്റെ വോളിയമാണ്. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ 1 മോൾ ഓഫ് എനി ഗ്യാസ്, നിങ്ങൾ ഏത് ഗ്യാസും എടുത്തോളൂ, ഹൈഡ്രജൻ എടുത്തോളൂ, ഓക്സിജൻ എടുത്തോളൂ, നോബൽ ഗ്യാസ് എടുത്തോളൂ, ഹീലിയം, നിയോൺ, ആർഗൺ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അറ്റ് STP. എന്താണ് STP? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പ്രഷർ എത്രയാണ്? 1 atm ആണ്. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, 273 കെൽവിൻ എന്ന് പറയാം. ഏതൊരു ഗ്യാസും STP കണ്ടീഷനിൽ എത്രയായിരിക്കും വോളിയം? 22.4 ലിറ്റർ ആയിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാകുക. ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക് കുറച്ച് പ്രോബ്ലംസ്. നോക്കൂ, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, 22.4 എന്ന് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി കുറച്ച് യൂണിറ്റ് കൺവേർഷൻസും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ml ആണ്, നിങ്ങൾക്കറിയാം. പിന്നീട് 1 ml എന്ന് പറഞ്ഞാൽ 1 cc ആണ്. നിങ്ങളോട് പലപ്പോഴായിട്ട് ചോദിക്കും 100 cc എന്നൊക്കെ ചോദിക്കും. അത് എന്ത് തന്നെയാണ്? ബേസിക്കലി ഉദ്ദേശിക്കുന്നത് 100 ml എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് 1000 cc എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 1000 ml ആണ്, വിച്ച് മീൻസ് 1 ലിറ്റർ ആണ്. ഇനി അതേപോലെ 1 മീറ്റർ ക്യൂബ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഹൈറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു വാട്ടർ ടാങ്ക് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ലിറ്റർ ഉണ്ടാവും? 1000 ലിറ്റർ ഉണ്ടാവും. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ലിറ്റർ ആണ്. സോ ബേസിക്കലി നമുക്ക് ഇങ്ങനെ പറയാം, 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 ml. 1000 ml ആണെങ്കിൽ 1000 cc. ഇതിനെ നമ്മൾ വിളിക്കും 1 ഡെസിമീറ്റർ ക്യൂബ്. 1 ഡെസിമീറ്റർ ക്യൂബ് ഇത് മിക്കവാറും ചോദിച്ചു വരുന്നതാണ്. 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലിറ്റർ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നൗ ഈ കോൺസെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 89.6 ലിറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ? 89.6/22.4 ലിറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? 4 മോൾസ് ഓഫ് എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 2.24 ലിറ്റർ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? 2.24/22.4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എത്ര മോൾസ് ആയിരിക്കും? 0.1 മോൾ എന്തായിരിക്കും? ഓസോൺ ഗ്യാസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി 112 ml ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 112 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 224 ലിറ്റർ ആണിത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 22,400 ml നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1/2 എത്രയാണ്? 0.5 ഇൻറ്റു 10⁻³ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈസിയാണ് അല്ലേ? നൗ ഇവിടെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്, എ കണ്ടെയ്നർ ഹാസ് എന്താണ്? 11.2 ലിറ്റർ ഓഫ് SO2 ഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? 11.2/22.4 അതായത് 0.5 മോൾ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കിട്ടും? 0.5 ഇൻറ്റു NA മോളിക്യൂൾസ് എന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലേ? ഇനി ആറ്റംസ് ആണെങ്കിലോ, ഒരു SO2 മോളിക്യൂൾ എത്ര ആറ്റംസ് ആണ്? 3 ആറ്റംസ് ആണ്. അങ്ങനെയാണെങ്കിൽ 0.5 NA ഇൻറ്റു 3 എന്ന് നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്. ഇനി ഓക്സിജൻ ആറ്റമാണ് ചോദിക്കുന്നതെങ്കിലോ 0.5 NA ഇൻറ്റു NA മോളിക്യൂൾസ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടാവും? 1 NA ഓക്സിജൻ ആറ്റംസ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഓൾറൈറ്റ്.
നോക്കൂ, അടുത്ത ചോദ്യം. ആൻ അൺനോൺ ഗ്യാസ് ഹാസ് എ ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു ടൈപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഓക്കെ, ഡെൻസിറ്റി എത്രയാണ്? 1.96 ലിറ്റർ ആണ്. ഇനി ഏതാണ് ഗ്യാസ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഗ്യാസ് എങ്ങനെയാണെന്ന്? ഗ്യാസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവരുടെയൊക്കെ മോളിക്കുലാർ വെയിറ്റ് എന്താണ്? ഡിഫറൻ്റ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മോളല്ലേ? 22.4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളാണ്. അതായത് ഒരു മോൾ മാസ് 1.96 ഇൻറ്റു 22.4. ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 44 ഗ്രാം എന്ന് കിട്ടും. വിച്ച് ഇസ് ബേസിക്കലി 22 ഇൻറ്റു ഓൾമോസ്റ്റ് 2 ആണ്. 44 ഗ്രാം എന്ന് കിട്ടും. അതായത് 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളാണല്ലേ? ഒരു മോളാണെങ്കിൽ ഇത് വാട്ട് ഈസ് ദിസ് വെയിറ്റ് വിച്ച് ഇസ് ആക്ച്വലി മോളിക്കുലാർ വെയിറ്റ് ആണല്ലേ? നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? മോളിക്കുലാർ വെയിറ്റ് ആണ്. അതായത് നിങ്ങളുടെ ആൻസർ എന്ത് വരും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വരും. കാർബൺ മോണോക്സൈഡിന് എത്രയാണ്? 12 ആണ്. ഇതെത്രയാണ്? 16 ആണ്. 28 ഗ്രാം. അതേപോലെ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ എന്ത് വരും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വരും. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 1.8 ml ഓഫ് വാട്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു എന്താണ് ഇതിൻ്റെ പ്രശ്നം? 1.8/ml ആണ് തന്നിരിക്കുന്നത്. 22,400 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലെ നിങ്ങൾക്ക് ഉത്തരം കിട്ടത്തില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ആൻസർ എന്താണ്? ആക്ച്വലി തെറ്റാണ്. നോക്കൂ, 1.8 ml ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ ആക്ച്വലി എന്ത് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? വാട്ടർ ഗ്യാഷ്യസ് ഫോമിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത്? അല്ല, നാച്ചുറലി എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞായിരുന്നു ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഗ്യാഷ്യസ് ഫോമിലാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നോക്കിക്കോളൂ, നിങ്ങൾ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ആക്ച്വലി 1 gram per cc ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. ഡെൻസിറ്റി എത്രയാണ്? 1 ആണ്. വോളിയം എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 1.8 ml ആണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 1.8 ഗ്രാം എന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണോ എം എൽ തന്നിരിക്കുന്നത്, ബിക്കോസ് ഡെൻസിറ്റി 1 ആയതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റും അത്ര തന്നെയായിരിക്കും, വിച്ച് ഇസ് 1.8 ഗ്രാം. ഇനി 1.8 ഗ്രാം എന്ന് കിട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? 1.8/18 എത്രയായിരിക്കും? 0.1 മോൾ എന്ന് നിങ്ങൾക്ക് കിട്ടും, വിച്ച് ഇസ് യുവർ ആൻസർ. ഓൾറൈറ്റ്, നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ദ ഫോളോയിങ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആറ്റം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റിൽ നിന്ന് മോള് കണ്ടുപിടിക്കണം. മോളിൽ നിന്ന് മോളിക്യൂൾസിലേക്ക് പോയി എന്നിട്ട് ഇൻറ്റു അറ്റോമിസിറ്റി, അതായത് എത്ര ആറ്റം ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 16 ഗ്രാം ഹൈഡ്രജൻ എത്ര മോളാണ്? നോക്കൂ, 8 മോളാണ് അല്ലേ? 8 മോളാകുമ്പോൾ എത്ര മോളിക്യൂൾസാണ്? 8 Na മോളിക്യൂൾസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ, അതായത് 16 Na ആറ്റംസ് ഉണ്ടാകും എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇനി 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എത്രയായിരിക്കും? 4 മോളായിരിക്കും അല്ലേ? 44 ഉണ്ട്, ഡിവൈഡ് ചെയ്താൽ മതി. 4 Na എന്തുണ്ടാവും? മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇൻറ്റു 3 ആണല്ലേ? ഇവിടെ എത്രയാണ്? അറ്റോമിസിറ്റി എന്ന് വിളിക്കും നമ്മൾ. എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളത് എന്താണ് നമ്മൾ വിളിക്കുക? അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും? 12 Na ആറ്റംസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 96 ഗ്രാം ഓസോൺ ആണല്ലേ? ഓസോൺ എന്തായിരിക്കും? 2 മോൾസ് ആണല്ലേ? 2 മോൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 Na മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ 2 ഇൻറ്റു 3, അപ്പോൾ എന്തായിരിക്കും? 6 Na ആയിരിക്കും അല്ലേ? ഇതെന്തായാലും നമുക്ക് ചെയ്തു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം വളരെ ചെറിയ മോൾസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? 16 Na ആറ്റംസ്. മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്? 16 ഗ്രാം ഹൈഡ്രജൻ ആണ്. ഓർത്ത് വെക്കുക. ഓൾറൈറ്റ്, നൗ ഫൈൻഡ് മാസ് ഓഫ് 1 ആറ്റം ഓഫ് കാർബൺ. ഇതെങ്ങനെയാണ്? ഇതൊരു ടൈപ്പ് ചോദ്യമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം അല്ലേ? നിങ്ങൾക്ക് എന്തറിയാം? അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിൻ്റെ വെയിറ്റ് എത്രയാണ് മക്കളെ? പറഞ്ഞു, 12 ഗ്രാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 കാർബൺ ആറ്റം എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 12/6.022 ഇൻറ്റു 10⁻23. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി?
വെട്ടിക്കളഞ്ഞാൽ മതി അല്ലേ. 2 ഇൻറ്റു 2 വരത്തില്ല. ഓൾമോസ്റ്റ് ഞാൻ ഈ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു. 1.98 ഇൻറ്റു 10⁻⁻23 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. ഓൾറൈറ്റ്. നൗ 1 മോളിക്യൂൾ ഓഫ് വാട്ടർ അതേപോലെ തന്നെയാണ് 6.02. ഒരു മോളിക്യൂളിൻ്റെ ഒരു മോൾ വാട്ടറിൻ്റെ വെയിറ്റ് എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ 18 ഗ്രാം ആയിരിക്കും. അതായത് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 18/6 ഇൻറ്റു 10⁻23 എന്നുള്ള രീതിയിൽ വരും. അതായത് 3 ഇൻറ്റു 10⁻⁻23 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടൈപ്പും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, കൺസെപ്റ്റ് ഓഫ് അറ്റോമിക് മാസ് യൂണിറ്റ്, AMU, അല്ലെങ്കിൽ നമ്മൾ പറയും യു. ഇപ്പം എന്താണ് യൂസ് ചെയ്യുന്നത്? യു. എന്താണ് യു? യൂണിഫൈഡ് മാസ് എന്ന് നമ്മൾ പറയും. യൂണിഫൈഡ് മാസ്. നോക്കൂ, അറ്റോമിക് മാസ് യൂണിറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1/12 ഇൻറ്റു വെയിറ്റ് ഓഫ് കാർബൺ 12 ആറ്റം. എത്രയാണ്? ഒരു കാർബൺ 12. ഇതിൻ്റെ വെയിറ്റ് നമുക്ക് അറിയത്തില്ലേ? 1.992648 ഇൻറ്റു 10⁻⁻23 ഗ്രാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 AMUൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1.67 ഇൻറ്റു 10⁻24 ഗ്രാം എന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ഈ വാല്യൂ എന്ത് ചെയ്യുക? നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 AMU is equal to 1.67 ഇൻറ്റു 10⁻24 ഗ്രാം ആണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓൾറൈറ്റ്. നോക്കിക്കോളൂ, എന്താണ് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രാം അറ്റോമിക് മാസും ഗ്രാം മോളിക്കുലാർ മാസും. നോക്കൂ, എന്താണ് ഈ ഒരു കാര്യം? ഇതിനെ വെച്ചിട്ടൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. വെൻ അറ്റോമിക് മാസ് ഓർ മോളിക്കുലാർ മാസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്? ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ്. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ 1 ഗ്രാം ആറ്റം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? 1 മോൾ എന്നാണ്. ഒന്നുകൂടെ മനസ്സിലാക്കുക. 1 ഗ്രാം മോളിക്യൂൾ എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ്? 1 മോൾ എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ഇനി 1 ഗ്രാം അയോൺ എന്നാണ് പറയുന്നത് എന്താണ്? 1 മോൾ അയോൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊരു പ്രോബ്ലം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കൂ, വിച്ച് ദ ഫോളോയിങ് ഹാസ് ഗ്രേറ്റർ മാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 1 ഗ്രാം ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജൻ എത്രയാണ്? 1 ഗ്രാം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ എത്രയാണ്? 1 ഗ്രാം. അപ്പോൾ വെയിറ്റ് മാസ് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ് 1 ഗ്രാം. ഓക്കെ, അപ്പോൾ അതല്ല. ഇനി 1 മോൾ ഹീലിയം. ഹീലിയം ആണെങ്കിൽ 1 ഇൻറ്റു മോൾ അറ്റോമിക് മാസ് അല്ലേ? 4. അപ്പോൾ 4 ഗ്രാം എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി 0.5 മോൾ നൈട്രജൻ. വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 0.5 ഇൻറ്റു ഇതിൻ്റെ വെയിറ്റ് 28 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 14 ഗ്രാം എന്ന് കിട്ടും. നോക്കൂ, ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1 ഗ്രാം ആറ്റം കാർബൺ എന്നാണ്. നോക്കൂ, 1 ഗ്രാം ആറ്റം കാർബൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 1 മോൾ കാർബൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്, വിച്ച് ഈസ് 12 ഗ്രാം. മനസ്സിലായോ? ഇവിടെ എന്താണ്? 1 മോളാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി എന്താണ്? 12 ഗ്രാം. ഇതിൻ്റെ ആൻസർ വരുന്നത് 14 ആണ്. ബട്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഗ്രാം. ഹൈഡ്രജൻ എന്താണ്? 1 ഗ്രാം എടുത്തിരിക്കുന്നത് എന്നാണ്. പക്ഷേ 1 ഗ്രാം ആറ്റം കാർബൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? 1 മോൾ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് കാണാം. നോക്കൂ, വിച്ച് ദ ഫോളോയിങ് ആസ് ഗ്രേറ്റർ മാസ്. സിമിലർ കോൺസെപ്റ്റ്. 1 ഗ്രാം ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ വെയിറ്റ് എത്രയാണ്? 1 ഗ്രാം. 1 മോൾ നൈട്രജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? 28 ഗ്രാം ആയിരിക്കും അല്ലേ? നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് 28. 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. എഗെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വെയിറ്റാണ് എടുത്തിരിക്കുന്നത്? 1 ഗ്രാം. ഇനി 1 ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉദ്ദേശിക്കുന്നത്, വിച്ച് മീൻസ് 44 ഗ്രാം ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ദ ആൻസർ ഇസ് ഡി, 1 ഗ്രാം മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ നെക്സ്റ്റ് തിങ്, കോൺസെപ്റ്റ് ഓഫ് ആവറേജ് മാസ്. ആവറേജ് മാസ് എന്ന് പറഞ്ഞിട്ട് ഐസോടോപ്പിന് ചിലപ്പോഴും നിങ്ങളോട് ചോദിക്കും. അതായത് 2 ഐസോടോപ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇൻ പെർസെൻറ്റേജസ്. അതായത് ക്ലോറിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 75% ഉണ്ട്. ക്ലോറിൻ 37 എന്തുണ്ട്? 25% ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആവറേജ് മാസാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് സിമ്പിളാണ്, ഒന്നും ചെയ്യാനില്ല. നോക്കിക്കോളൂ, ഇവരുടെ അറ്റോമിക് മാസ് 35 അല്ലേ? അറ്റോമിക് മാസ് എത്രയാണ്? 35 ആണ് അല്ലേ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എത്രയാണ്? 75 ആണ്. പ്ലസ് ഇവരെത്രയാണ്? 37 ഇൻറ്റു
25 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും 75 പ്ലസ് 25 ടോട്ടൽ അബണ്ടൻസ് എന്ത് വരും 100 വരും അല്ലേ. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആവറേജ് മാസ് 35.5 ഗ്രാം എന്ന് കിട്ടും. സോ ബേസിക്കലി എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേഴ്സൻറ്റേജ് കോമ്പസിഷനെ നിങ്ങളുടെ മാസുമായിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത ഐസോടോപ്പും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ പെർസെൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്, ആവറേജ് മാസ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഒരു പാർട്ടിൽ നമ്മൾ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനും ലിമിറ്റിംഗ് റിയേജൻ്റെ പ്രോബ്ലംസും കെമിക്കൽ ലോസും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.